ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാൻ പോകുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ കവിതയാണ് നീലി ചിടിയ. നീലി ചിടിയ എന്ന കവിത എഴുതിയിരിക്കുന്നത് ഹരിവംശ റായ് ബച്ചനാണ്. ആരാണ്? ഹരിവംശ റായ് ബച്ചൻ. നീലി ചിടിയ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നീല കളറുള്ള പക്ഷി. നീലി ചിടിയ, നീല പക്ഷി. ആദ്യം തന്നെ നീല പക്ഷിയുടെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാമല്ലേ. ഇനി നമുക്കിത് പഠിച്ചാലോ? മനോഹരമായൊരു കവിതയാണേ, ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ഇത് വായിക്കാൻ പഠിക്കാം. നീലെ ആസ്മാൻ സെ ഉതരി, നീലി ഏക്ക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉഡ്ത്തി ഗാനെ വാലി ചിടിയ. നീലെ ആസ്മാൻ സെ ഉതരി, നീലി ഏക്ക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. നീലെ ആസ്മാൻ സെ ഉതരി, നീലെ നീല കളറുള്ള, ആസ്മാൻ സെ ആകാശത്തു നിന്ന്, ഉതരി ഇറങ്ങി വന്ന, നീലാകാശത്തു നിന്ന് ഇറങ്ങി വന്ന, നീലി ഏക്ക് നിരാലി ചിടിയ, നീലി നീല കളറുള്ള. ഹിന്ദിയിൽ നീലയ്ക്ക് നീല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. നീലി ഏക്ക് നിരാലി ചിടിയ, നീല കളറുള്ള, ഏക്ക് നിരാലി ഒരു നിരാലി വിചിത്രമായ, ഒരു അതുല്യമായ, ചിടിയ പക്ഷി. ആരാണ് മക്കളെ നീലാകാശത്തു നിന്ന് വന്നത്? നീല കളറുള്ള ഒരു അതുല്യമായ പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ, ഗാത്തി പാടുന്ന, ഉടനെ വാലി പറക്കുന്ന പക്ഷി, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, ഉടുത്തി പറക്കുമ്പോഴും, ഗാനെ വാലി പാട്ടുപാടുന്ന ചിടിയ. ഇത് പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയാണ്. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ, ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചിടിയ. ഓരോ വരിയുടെ അർത്ഥവും നോക്കാം. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ. ഇസിൻ്റെ അർത്ഥം ഇത്, ഈ എന്നൊക്കെയാണ്. ഈ ഫുൻഗി സെ മരക്കൊമ്പിൽ നിന്ന്, മരക്കൊമ്പിൻ്റെ മരച്ചില്ലയുടെ അറ്റത്തു നിന്ന്, ഉസ് ഫുൻഗി പർ മറ്റൊരു മരച്ചില്ലയുടെ അറ്റത്തേക്ക്, ഉടുക്കർ ജാനെ വാലി ചിടിയ, ഉടുക്കർ ജാനെ വാലി എന്നാൽ പറന്നു പോകുന്ന, ചിടിയ പക്ഷി. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഈ ഇലകളിൽ നിന്ന്, ഉൻ പത്തോമേം മറ്റുള്ള ഇലകളിലേക്ക്, മരക്കൊമ്പിലെ ഇലകളിൽ നിന്ന് മറ്റുള്ള ഇലകളിലേക്ക്, ചിപ്കർ ഗാനെ വാലി ചിടിയ, ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന പക്ഷി. ഇലകളുടെയൊക്കെ ഇടയിൽ ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന പക്ഷി. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. പിന്നെയോ ഇലകളുടെയൊക്കെ ഇടയിൽ ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന പക്ഷി. പർ ഫട്കാക്കർ നീച്ചെ ആക്കർ ദാന ഗാനെ വാലി ചിടിയ, ദാന ഖാക്കർ പർ ഫട്കാക്കർ ചട്ട് ഉഡ് ജാനെ വാലി ചിടിയ. പർ ഫട്കാക്കർ ചിറകടിച്ചുകൊണ്ട്, പർ ചിറക്, ഫട്കാക്കർ ചിറകടിക്കുക, നീച്ചെ ആക്കർ നീച്ചെ താഴെ, ആക്കർ വന്നിട്ട്, ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്നിട്ട്, ദാന ഖാനെ വാലി ചിടിയ, ദാന ധാന്യങ്ങൾ, ഖാനെ വാലി കഴിക്കുന്ന പക്ഷി. ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്ന് ധാന്യങ്ങൾ കഴിക്കുന്ന പക്ഷി. ദാന ഖാക്കർ പർ ഫട്കാക്കർ, ദാന ഖാക്കർ ധാന്യങ്ങൾ തിന്നിട്ട്, ധാന്യങ്ങൾ കഴിച്ചിട്ട്, പർ ഫട്കാക്കർ ചിറകടിച്ചുകൊണ്ട്, ജട്ട് ഉഡ് ജാനെ വാലി ചിടിയ പെട്ടെന്ന് തന്നെ, ഉഡ് ജാനെ വാലി പറന്നു പോകുന്ന പക്ഷി. ജട്ട് പെട്ടെന്ന്, ഉഡ് ജാനെ വാലി പറന്നു പോകുന്ന ഈ പക്ഷി ചിറകടിച്ച് താഴേക്ക് വന്ന് ധാന്യങ്ങൾ കഴിക്കും. ധാന്യങ്ങൾ കഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ ചിറകടിച്ച് പറന്നു പോകും. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ, ലാക്ക് ബുലാവൂ ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഇസ് ടാലി സെ ഉസ് ടാലി പർ, ടാലി എന്നാൽ
മരച്ചില്ല മരക്കൊമ്പ്. ഇസ് ടാലി സെ ഈ മരച്ചില്ലയിൽ നിന്ന്, ഉസ് ടാലി പർ ആ മരച്ചില്ലയിലേക്ക്, ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ പറന്നു പോകുന്ന പക്ഷി. ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലാഖ് ബുലാവൂ ലേക്കിൻ മേരെ ലാഖ് ലാഖ് ലക്ഷം, ബുലാവൂ വിളിക്കുക, ലേക്കിൻ മേരെ എന്നാൽ എൻ്റെ, പാസ്ന ആനേവാലി ചിടിയ പാസ്ന ആനേവാലി എന്നാൽ അടുത്തു വരാത്ത പക്ഷി. ലക്ഷം തവണ ഞാൻ വിളിച്ചിട്ടും എൻ്റെ അടുത്ത് വന്നില്ല. അതായത് ഒരുപാട് തവണ ഞാൻ ഈ പക്ഷിയെ വിളിച്ചു, പക്ഷെ അത് എൻ്റെ അടുത്തേക്ക് വന്നില്ല. നീലെ ആസ്മാൻ സെ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. ഈ കവിതയിൽ ആദ്യം പഠിച്ച 4 വരി തന്നെയാണ് ഇതിൻ്റെ അവസാനവും. നീലെ ആസ്മാൻ സെ ഉതരി നീലാകാശത്ത് നിന്ന് ഇറങ്ങി വന്ന, നീലിയേക്ക് നിരാലി ചിടിയ നീല നിറമുള്ള ഒരു അതുല്യമായ പക്ഷി, ഗാത്തി ഉടനെ വാലി ചിടിയ പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി, ഉടുത്തി ഗാനെ വാലി ചിടിയ പറന്നുകൊണ്ട് പാട്ട് പാടുന്ന പക്ഷി. എല്ലാ പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ തന്നെ മീനിങ്ങും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരണേ.